വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പല്ലിന് ടൈറ്റ് ചെയ്യുമ്പോൾ വേദന ഒന്നും തന്നെ ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ പക്ഷെ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ മുറിയുന്നുണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ തട്ടി മുറിയാറില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇതിപ്പോ 4th മന്ത്, അതായത് പല്ലിലെ കമ്പി ടൈറ്റ് ചെയ്യേണ്ട 4ാമത്തെ പ്രാവശ്യം ഞാൻ പോകുന്നത്. അതായത് 4th മന്ത് ടീത്ത് ബ്രേസസ് ടൈറ്റനിങ് ജേർണി എന്ന് വേണമെങ്കിലൊക്കെ പറയാം. ഓക്കെ, അപ്പോഴ് നമ്മുടെ ഈ ഒരു വീക്കിൽ എനിക്കൊന്ന് 2 വീഡിയോ തന്നെ ടീത്ത് ബ്രേസസിനെ പറ്റിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വീക്കിലി വൺസ് എങ്കിലും എൻ്റെ ഒരു അപ്ഡേറ്റ്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നത്തെ ദിവസം പോയി പല്ല് ടൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. കുറേ പേര് മെസ്സേജ് അയച്ചും കമന്റ്സ് ഒക്കെ ഇട്ട് പറയുന്നുണ്ട്. അവരിപ്പം പല്ലില് ചിലര് സ്പേസർ ഇട്ടെന്ന് പറഞ്ഞവരുണ്ട്, മുത്തൊട്ടിച്ചവരുണ്ട്, മുത്ത് തിളകി പോയാൽ പ്രശ്നമാവോ അങ്ങനെ ചോദിച്ച കുറേ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ കുറേയൊക്കെ കമന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഏകദേശം ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോഴേ ഇന്നത്തെ എൻ്റെ പല്ല് ടൈറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാനിന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോഴ് എനിക്ക് ഇന്നായിരുന്നു, അതായത് 3 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല്ലിൽ താഴെ ഇതുപോലെ ഇതിട്ടേക്കുവാ, പവർ ചെയിൻ ഇട്ടേക്കുവാണ്. അപ്പോൾ പല്ല് മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമുക്കത് മാറ്റത്തുള്ളൂ. അങ്ങനെ ഇന്ന് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി പല്ലകത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പവർ ചെയിൻ എനിക്കിപ്പോൾ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട്. കാരണം ഞാൻ 2 വട്ടം ആദ്യം ഇത് ഇട്ടിട്ട് ഡോക്ടറിനെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞു പല്ല് മൂവ് ആയിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിൽ ഇത്. അങ്ങനെ എൻ്റെ വീണ്ടും ഇന്ന് ചെന്നപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ട് അടുത്ത് ഇട്ട് തന്നു. ഇനി എനിക്ക് ഒരു എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഇവിടുന്ന് ഫില്ലാവാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കിനി 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്കിനി പോകണം. അപ്പോഴ് ഇന്ന് പോയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പല്ലിന് പെയിൻ അങ്ങനെ അധികം വന്ന് തുടങ്ങിയിട്ടില്ല. എന്തായാലും ഇനി വരും, അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു കമന്റ് കണ്ടു. അപ്പോൾ ആ കമന്റിനെ പറ്റിയും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ്. ലൈവിൽ പോയപ്പോഴത്തേക്കാണ് തോന്നുന്നു ചോദിച്ചത്. ഇതുപോലെ അതായത് 4 മാസമായിട്ട് എന്തോ പല്ലിൽ കമ്പി ഇട്ടിട്ട് 4 മാസമായിട്ട് എന്തോ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പല്ലിന് ടൈറ്റ് ചെയ്യുമ്പോൾ വേദന ഒന്നും തന്നെ ഇല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. അതങ്ങനെ ഉണ്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് പല്ല് ടൈറ്റ് ചെയ്ത ദിവസങ്ങളിലൊക്കെ നല്ല വേദനയായിരിക്കും. ഇപ്പം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയി ചെയ്യുവാണെങ്കിൽ അന്നേ ദിവസം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചോറൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചോറ് പോലും ചവയ്ക്കാൻ പറ്റത്തില്ല. ഒരു 2-3 ദിവസത്തേക്ക് ചോറ് പോലും നന്നായിട്ട് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് ആ ഒരു സൈഡിലൊക്കെ ചവയ്ക്കുമ്പോൾ അതായത് വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വേദനയാണ്. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ എനിക്കൊരു 3 ദിവസമൊക്കെ എടുത്തിട്ടാണ് എനിക്ക് ആ ഒരു പെയിൻ മാറുന്നത്. അപ്പോഴേ ഞാനിത് പല്ല് ടൈറ്റ് ചെയ്ത സമയം എപ്പോഴാന്ന് വെച്ചാൽ ജാനുവരി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കറക്റ്റ് ജാനുവരി തൊട്ടാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആദ്യമായിട്ട് പല്ല് ടൈറ്റ് ചെയ്യാൻ പോയത് ജാനുവരി 2 എന്തോ ആണ്. അതായത് ന്യൂ ഇയർ കഴിഞ്ഞ് അടുത്ത ദിവസം ജനുവരി 2 ഞാൻ പോയത്. അങ്ങനെ അന്നേ ദിവസം പോയി ആദ്യമായിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ അന്നേരം എന്ന് വെച്ചാൽ നമുക്ക് ഈ പവർ ചെയിൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എൻ്റെ ഈ 2 സൈഡ്, ഇവിടെ നിങ്ങറ്റം വരെ ഇവിടെ നിങ്ങറ്റം വരെ മുകളിലായിരുന്നു ആദ്യം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അന്നേരം ഈ പവർ ചെയിൻ കട്ട് ചെയ്താണ് ഇട്ട് തരുന്നത് ഇത്രയും ഭാഗത്ത്. അങ്ങനെ കട്ട് ചെയ്തിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ തുമ്പ് കൊണ്ടിട്ട് നല്ല രീതിയിൽ ചുണ്ടും ഈ കവളൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ടൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ആദ്യമായിട്ട് ടൈറ്റ് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ആണ്. അതായത് പല്ലെടുത്ത് എന്നെ പോലെ പല്ലെടുത്തിട്ട് പല്ലിൽ കമ്പി ഇട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. അതായത് പല്ലെടുത്ത് പല്ലിൽ കമ്പി ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ഷെയർ ചെയ്യാണ്. അപ്പോഴ് ആ ഒരു സൈഡിൽ ഇതുപോലെ പവർ ചെയിൻ്റെ അറ്റം കൊണ്ടിട്ട് നല്ല രീതിയിൽ മുറിയായിരുന്നു കേട്ടോ. ചുണ്ടും കവളൊക്കെ മുറിയായിരുന്നു. ഇങ്ങനെ തട്ടി 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 നന്നായിട്ട് മുറിയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്യാനൊക്കെ നോക്കും, പക്ഷെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് നോക്കി. അപ്പോഴ് അതായത് ആ ഒരു ഓയിൽമെന്റ് ഞാൻ പേര് പറയുന്നുണ്ട് കേട്ടോ, നോക്കിയാൽ മതി. ആ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോഴത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അത് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെ, വേദന കുറയുന്നുണ്ട്. പക്ഷെ എങ്കിലും തട്ടി തട്ടി നന്നായിട്ട് നമ്മൾ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കൊക്കെ കൂടുതൽ ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് ഈ ഒരു സൈഡൊക്കെ മുറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊരു ഒരാഴ്ചയോളം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പെയിൻ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറി. ഫുഡൊക്കെ നോർമലി കഴിക്കാൻ പറ്റും. കട്ടിയുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞത് അടുത്ത മാസം ഇതേ ഡേറ്റിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അടുത്ത മാസം ഇതേ ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഫെബ്രുവരി 2 എന്തോ ആവുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശം ഇവിടെ മൂവ് ചെയ്യുന്നുണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ മാറ്റിയില്ല. അതിന് പകരം താഴെ എനിക്ക് ഇതുപോലെ പവർ ചെയിൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴെ പവർ ചെയിൻ ഇട്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഒരു 2 വീക്ക് കഴിഞ്ഞിട്ടൊന്ന് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഓൾറെഡി ഇട്ടേക്കുമല്ലേ. അങ്ങനെ 2 വീക്ക് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം പല്ലൊന്ന് ഉള്ളിലോട്ടാവുന്നുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഒരിക്കലും നമ്മുടെ ഒരു സൈഡിലെ പല്ല് കയറി ഒരു സൈഡിലെ പല്ലിങ്ങനെ ഉന്തിയിട്ട് അങ്ങനെ ചെയ്യത്തില്ല.
അപ്പോഴും ഞാൻ ഈ ഒരു 2 വീക്ക് കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് എന്താണ്, ഈ ഒരു ഭാഗത്ത് ഒരുവിധം അങ്ങോട്ട് നീങ്ങി. അപ്പോഴിവിടെ നമ്മൾ പുതിയത് ഇട്ടേക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവർ ചെയ്ത് എന്തെന്ന് വെച്ചാൽ എന്നെ മുകളിൽ ഇട്ടുന്ന പവർ ചെയിൻ അങ്ങ് റിമൂവ് ചെയ്ത് കളയാണ് ഉണ്ടായിരുന്നത്. എന്നോട് പറഞ്ഞ് ഇനി ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ഇതും ടാലി ആയി, ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ പവർ ചെയിൻ. അത് ഏത് മാസമായിരുന്നു ഇട്ടത്? എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ല 2 ആഴ്ച 3 ആഴ്ച, ഒരു കണക്ക് കഴിഞ്ഞിട്ടുള്ള 3 ആഴ്ച പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ മനസ്സിലായി ഒന്ന് വാക്കടിച്ച് നോക്കിയാൽ മതി. അതിനുശേഷം ഞാൻ വീണ്ടും ചെന്നപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ തന്നെ എനിക്ക് പവർ ചെയിൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പല്ല് നല്ല രീതിയിൽ അടുത്താൽ മാത്രമേ നമ്മുടെ ഗ്യാപ്പൊക്കെ ഫില്ലായി പോകത്തുള്ളൂ. അതായത് ഇങ്ങനെ അടുത്തടുത്ത് വരണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതുപോലെ വീണ്ടും ഇവിടെ ഒരു പവർ ചെയിൻ ഇട്ട് തന്നു. അന്നേരം ഇതുപോലെ തന്നെ ചുണ്ടൊക്കെ തട്ടി അതെന്തായാലും ഇങ്ങനെ തട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴീ പറഞ്ഞ കണക്ക് ഉപ്പുവെള്ളം കൊണ്ടും അങ്ങനെയൊക്കെ മാറ്റി ഒരു അസ്വസ്ഥതയാണ്, അതായത് ടൈറ്റായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുമല്ലോ, ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം വീണ്ടും ചെന്നപ്പോഴത്തേക്ക് താഴെ ഇട്ട് തന്നു. അങ്ങനെ ഇപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ചെന്നപ്പോഴത്തേക്കും ഇത് ഞാൻ ഈ താഴത്തെ പോർഷൻ കുറച്ചായി ഇട്ടിട്ടുണ്ടായിരുന്നിട്ട്, അപ്പോൾ അവിടെ കുറച്ചും കൂടി ഫില്ലാവാനുള്ളതുകൊണ്ട് തന്നെ അവിടെ പുതിയതൊരെണ്ണം ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത് കുറച്ചും കൂടി ഫില്ലാകുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റാൻ പറ്റും. അത്രയാണ് ഇപ്പം ചെയ്തു വെച്ചേക്കുന്നത്. ഇനി അറിയത്തില്ല, നമുക്കിനി രാത്രിയോടുകൂടി അറിയാൻ പറ്റത്തുള്ളൂ. വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇതേവരെ ഇല്ല. പിന്നെ പെയിൻ ഉണ്ട്. ഇതിന് ഞാൻ പറഞ്ഞില്ല, ഏകദേശം എൻ്റെ ഈ സൈഡിലെ പല്ല് അടുത്തതുകൊണ്ട് തന്നെ ഒരുപാട് എനിക്ക് നീങ്ങണ്ട, കുറച്ച് നീങ്ങിയാൽ മതി. അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയുണ്ട്. പക്ഷെ ഈ ഒരു പല്ലില്ലേ ഏതാണ്ടേ ഈ പൊങ്ങി നിൽക്കുന്ന പല്ല്, ആ പല്ലിന് നല്ല വേദനയുണ്ട്. അതിങ്ങനെ മൂവ് ആവുന്നതുകൊണ്ടായിരിക്കണം, അത് നല്ല വേദനയുണ്ട്. ഫുഡ് കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ പല്ല് നീങ്ങുന്നത്, അതായത് നമ്മൾ പോലും അറിയാതെയാണ് പല്ല് നീങ്ങുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പല്ല് നീങ്ങുന്നുണ്ടോ. നമ്മളെല്ലാവരും പല്ലെടുത്തുള്ളവരുടെ മെയിൻ കാര്യം ഇതാണ്, നമുക്ക് ഒന്ന് കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചിരിക്കാൻ കൂടി പറ്റത്തില്ല. അതായത് ഇവിടെ ഇങ്ങനെ പല്ലും കൂടി എടുത്ത് കഴിയുമ്പോഴേക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണ് പല്ല് നീങ്ങുന്നതെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടായിരിക്കും പല്ല് നീങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞാൻ പല്ലെടുത്തിട്ടുള്ള അതായത് ഗ്യാപ്പ് ഫില്ലാവുന്നുണ്ടോ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, തമ്മിൽ കൊടുത്തിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അതുപോലെ പറയുന്നുണ്ട്, അതായത് പെട്ടെന്നായിരിക്കും നമുക്ക് പല്ല് നീങ്ങുന്നതായിട്ട് തോന്നുന്നത്. ചിലവർക്ക് കുറച്ച് നല്ല ഡ്യൂറേഷൻ എടുക്കുമായിരിക്കും. പിന്നെ ഓരോരുത്തർ പല്ലിൻ്റെ ഒരു സ്ഥിതി ബേസ് ചെയ്തിരിക്കണം. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോസിലൊക്കെ, ആൾക്ക് 4 മാസം കൊണ്ടൊക്കെ ഉണ്ടല്ലോ പല്ലെടുത്ത് ഗ്യാപ്പ് ഫില്ലായിട്ട് ബ്രേസസ് മാറ്റിയവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിരുന്നു. ചിലർക്ക് പെട്ടെന്ന് പല്ല് നീങ്ങും, ചിലർക്ക് പയ്യായിരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഭയങ്കര സ്ലോ ആയിട്ടാണ് പല്ല് നീങ്ങുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പല്ല് നീങ്ങാതിരിക്കത്തില്ല. പിന്നെ ഒരു കമന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പല്ലിലെ മുത്തിളകി പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന്. പല്ലിലെ മുത്തിളകി പോയി കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ കുറച്ച് വഴക്കൊക്കെ കേൾക്കും. ഞങ്ങൾക്കൊക്കെ അവിടെ വഴക്ക് കേൾക്കുമായിരുന്നു കേട്ടോ. എൻ്റെ കസിൻ ഇതുപോലെ മുത്തിളകി പോയിട്ട് 2 തൊട്ട് ഇളകിയിട്ട് അവർക്ക് വഴക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം അത് അശ്രദ്ധക്കുറവിലാണ് കൂടുതൽ സംഭവിക്കുന്നത്. ഡോക്ടറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നത്തിലെ ഒന്നുകിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ആള് തേങ്ങയൊക്കെ കടിച്ചിട്ടാണ് അവളുടെ വയറിന് മുത്തൊക്കെ ഇളകി പോയത്. മുത്ത് രണ്ടാമത് ഒട്ടിച്ചു തരും. പിന്നെ കമ്പി ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുത്തിളകി പോയി കഴിഞ്ഞാൽ ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. എനിക്കറിയാവുന്നൊരു അതായത് അപ്പോഴങ്ങനെ മുത്തിളകി പോകുമ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഇനി പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞതിന് ശേഷം മുത്തിളകി പോയി കഴിഞ്ഞാൽ ഇതേവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോഴല്ലാതെ മുത്തിളകുമ്പോഴത്തേക്ക് ഒട്ടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ പല്ല് നീങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ പെയിൻ ഇല്ലാത്തവരും ഉണ്ട്. അങ്ങനെയൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ റീറ്റൈനേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തേക്കുക. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴതാണ് ഇന്നത്തെ എൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വേദന വരുമ്പോഴത്തേക്ക് ഉപ്പുവെള്ളം കൊള്ളാനായിട്ട് എപ്പോഴും ഡോക്ടർ പറയുന്നവരാണ് ഡെയിലി ഉപ്പുവെള്ളം കൊള്ളുക, അതൊരു ശീലമാക്കാനായിട്ട് പറയാറുണ്ട്. പിന്നെ പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യുക. പിന്നെ മൗത്ത് വാഷ് ഡോക്ടർ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ മൗത്ത് വാഷും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അതൊക്കെയാണ് അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 4th മന്ത് ടൈറ്റനിങ് എക്സ്പീരിയൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ വീഡിയോസ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുന്നെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. കാരണം എനിക്ക് കമൻസ് കുറേ ആയിട്ട് വരുന്നുണ്ട്. കുറേ പേര് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ വലിച്ചു നീട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോസുമായിട്ട് കാണാം. അതിനു മുന്നേ നിങ്ങൾക്ക് ഈ ബ്രേസസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം, കമൻറ്റ് ചെയ്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.